അങ്ങനെ ഹീറോ എഡിറ്റിംഗ് പഠിക്കാൻ പോയിരുന്നു. എഡിറ്റിംഗ് കുറച്ച് പറച്ച് കാച്ചോട്ടാ. ഹീറോയും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയി കാർട്ടൂൺ നിറയെ ആക്ടിങ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഹീറോക്ക് ഹീറോയിൻ എന്നൊക്കെ ആയിരിക്കും. അർജുൻ വീണ്ടും ഇന്ത്യ ഇങ്ങനെ വന്ന് നോക്കും. ഹീറോയ്ക്ക് മാരേജായി. അർജുനക്ക് ടെൻഷനായി. വേറെ വയ്യില്ല, ഇവൾക്ക് മാരേജായി, ഇപ്പം എന്ത് ചെയ്യാമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. റോസിയോട് ചോദിച്ചാൽ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ റോസിക്ക് ഇതിനെ പറയുന്നത് കേട്ടായിരുന്നു. അത് റോസി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഏതോ ഒരു പ്ലേസ് എന്ന് റോസി പറഞ്ഞത് അവൾ ഫോൺ ചെയ്ത് കേട്ടവന് അറിയുമെന്ന് പറഞ്ഞിരുന്നു. ഹീറോയ്ക്ക് ചെയ്തു. ഹീറോയി പ്ലേസ് ഷുഗർ വലിച്ചായിരുന്നു. ഹീറോയി സോറി മച്ചേ, എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ബിസിയാണ് ഹീറോയി പറഞ്ഞായിരുന്നു. അങ്ങനായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ക്യൂട്ടായിട്ട് ട്വിൻസ് ബേബി ജനിച്ചായിരുന്നു. ബോയ് ബേബി, ഗേൾ ബേബി. ഹീറോയിൻ നല്ല കെയറിങ് ആയിട്ട് നോക്കും. ന്യൂസിലെല്ലാം വരുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ അർജുനക്കൊരു ന്യൂസ് കിട്ടി. അപ്പോഴാണ് ഹീറോ എവിടെ ഉള്ളതെന്ന് അർജുൻ കണ്ടുപിടിച്ചു. അങ്ങനായിട്ട് അവിടേക്ക് വന്നു. ഹീറോയിനോട് സംസാരിക്കുക, ക്ലോസ് ആവാൻ നോക്കിയായിരുന്നു. ഹീറോയിൻ കണ്ടു കഴിയായിരുന്നു. സാർ, നിങ്ങൾ എന്താ ഇപ്പോൾ വന്നത് സാർ എന്ന് അർജുൻ പറഞ്ഞു. എനിക്കൊക്കെ സംസാരിക്കണം പറഞ്ഞു. എന്താ പ്രശ്നം? ഇല്ല പ്രിയ, എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു പോയി, നമ്മൾ രണ്ടും ഡേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഹീറോയി ഷോക്കായി പറഞ്ഞു, സാർ എനിക്ക് അവളുടെ മാരേജായി, ഇപ്പോൾ എനിക്ക് ബേബീസ് ഉണ്ട് സാർ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാരേജായി. അപ്പോൾ നീ അവരെ ഡിവോഴ്സ് ചെയ്യും. സാർ എനിക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ രണ്ടുപേരും ക്ലോസ് ആയിട്ടുള്ളത് ഇത്ര ഞങ്ങൾ എന്നെ പറഞ്ഞു. അർജുനക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ അർജുൻ ഹീറോയിൻ്റെ ഫോളോ ചെയ്യുന്നെങ്കിൽ ടോർച്ച് ചെയ്യുന്നത് ജങ്കുക്ക് കേട്ടു. ജങ്കുക്ക് ഷോക്കായി. എന്താ നിന്നെ ടോർച്ച് ചെയ്യുന്നത് ഷുഗറിനോട് പറയാം. ഷുഗർ ഹാങ് നടന്ന കാര്യം ജങ്കുക്ക് പറഞ്ഞു. ജങ്കുക്ക് പറഞ്ഞു കേട്ട് ഷോക്കായി. ഷുഗർക്ക് എന്താ എൻ്റെ വൈഫിന് മേലെ നോക്കും. അതായിട്ട് അവനെ കണ്ടുപിടിച്ച് കുറച്ച് ബോയ്സിനെ വെച്ച് ഷുഗർ അടുപ്പിച്ചു. അവൻ പഠിച്ചു. അവൻ അവർ മേലെ എൻ്റെ വൈഫിന് പുറകെ നടക്കുന്നത്. ജങ്കുക്ക് പറഞ്ഞു, നീ എൻ്റെ ഗേൾ ഫ്രണ്ട് പുറകെ നടന്നത്. അങ്ങനെ ജങ്കുക്ക് പറഞ്ഞായിരുന്നു. ഷുഗർ പറഞ്ഞു, എൻ്റെ വൈഫിന് പുറകെ നടക്കുന്നതിനാണ്. ബിസിനസ് മാർക്ക് ഷോക്കായി. സാർ, ഞാൻ ഇവരുടെ വൈഫിൻ്റെ പുറകെ നടക്കാം, നിങ്ങൾ ഗേൾ ഫ്രണ്ട് വന്നു. അതെ, ജങ്കുക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന് ടോർച്ച് സരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അവിടെ നിന്ന് വന്നായിരുന്നു. ഞാനാണ് ഗേൾ ഫ്രണ്ട്. ഹേ മേഘന, നീയാ? അതെ, നീയാണ് പുറകെ നടന്നതെന്ന് അവർ പറഞ്ഞു. എന്താ ഇവരെ രണ്ടുപേർക്കും എന്നെ ടോർച്ചർ ചെയ്യുക, ഇതെനിക്ക് അറിയില്ല പറിച്ചു പോയോ എന്ന് ജങ്കുക്ക് പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായിരുന്നു. ജങ്കുക്ക് എങ്ങനെ അറിഞ്ഞു പറഞ്ഞു. അവൾ പറഞ്ഞു, ഫോട്ടോ അയച്ചു. അതെ, രണ്ടുപേരും ഒരാളെന്ന് ജങ്കുക്ക് അറിഞ്ഞു. അങ്ങനെ കൊണ്ട് ജങ്കുക്ക് ഇപ്പം മറട്ടായിരുന്നു. അങ്ങനെ അവർ പേടിച്ചു പോയി. അങ്ങനെയായിട്ട് ഇപ്പം ബിസിനസ് അത് ഇത് മറട്ടായിരുന്നു. ഇവർ വലിയ ആളാണ്, ഇവർ വെച്ച് ആവില്ല എന്ന് പറഞ്ഞ് അവർ പേടിച്ച് അർജുൻ അവിടുന്ന് ഇന്ത്യക്ക് ഓടിപ്പോയി. ഹീറോയ്ക്ക് ടാൻസ് പറഞ്ഞു. നിൻ്റെ പുറകെ നടക്കാൻ? അതെ, എൻ്റെ പുറകെ നടക്കാൻ. നീ എവിടെ പ്ലേസ് എന്ന് പറഞ്ഞു. ഞാൻ ഈ പ്ലേസാണ് പറഞ്ഞു. ഓ, നീ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലാണോ അല്ലേ? അതെ, അപ്പുറത്തെ വീട്ടിൽ നീ മധു ചേച്ചി അല്ല മധു ആൻറ്റീൻ്റെ മകളാണോ? അതെ, അപ്പോൾ നീ നടന്നു വരെ പറഞ്ഞു. ഓ, നീ അവളാണോ? അപ്പം രണ്ടുപേർക്ക് മനസ്സിലായി. അപ്പോൾ രണ്ടുപേർ ഫ്രണ്ട്സാണ്. ഹീറോ ഹെൽപ്പ് ചെയ്തു. അതെ, സോറി ഡി. അപ്പോൾ നീ പോയിന് എവിടേക്ക് പഠിക്കാൻ പോയിന്ന് പറഞ്ഞാൽ, സോറി ഞാൻ തിരിച്ചു വന്നായിരുന്നു, ഞാൻ നിൻ്റെ വീട്ടിൽ വരുമ്പോൾ നോക്കുമ്പോൾ നിനക്ക് മാരേജായി അറിഞ്ഞു, സോറി ഡി. അങ്ങനെയായിട്ട് രണ്ടുപേർ ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഹാപ്പിയായി സംസാരിക്കായിരുന്നു. നീ എന്താ പഠിച്ചത്? എടി, നീ ചെറിയ പ്രായത്തിൽ അത് പഠിക്കാൻ പറഞ്ഞ, ഞാനും അതേ പഠിച്ചതാ. എനിക്കിവിടെ ജോബ്, ഞാൻ അവിടേക്ക് എൻട്രിക്ക് എൻ്റെ കമ്പനിയാണ് ജോലി ചെയ്യുന്നത്, വാ, എനിക്കൊരാൾ വേണമായിരുന്നു. എന്നെ ഹീറോയി പറഞ്ഞു. സെക്യൂരിറ്റി ഞാൻ വെച്ചിട്ടില്ല, ഇപ്പോൾ സെക്യൂരിറ്റി സീറ്റ് നീ ജോലി ചെയ്തതെന്ന് ഹീറോയി പറഞ്ഞു. രണ്ടുപേരും നന്നായിട്ട് കമ്പനി നല്ല റൺ ചെയ്യാമായിരുന്നു. രണ്ടുപേരും നല്ല ഓരോന്ന് ഡബ്ബിങ് വോയിസ് കൊടുക്കാൻ. അങ്ങനെ ഇത് എല്ലാ ലാംഗ്വേജിലും പോയിരുന്നു. കാർട്ടൂൺ നല്ല ഫേമസ് ആയിരുന്നു. ഹീറോയി ഫ്രണ്ടും വെച്ച് നിറയെ ഹീറോയി കാർട്ടൂൺ നല്ല എഡിറ്റിങ്. പിന്നെ രണ്ടുപേരും കാർട്ടൂൺ മാത്രമല്ല ബുക്ക് എഴുതുവാണ്. ബുക്കിൽ നല്ല ഫേമസ് ആണ്. ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരു മീറ്റിംഗ് ഞാൻ കൊടുത്ത് ബുക്ക് റിലീസ് ഭയങ്കര ഫേമസ്. രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ബുക്കും അതുമാത്രമല്ല ഹീറോയി ഗെയിം എല്ലാം ഉണ്ടാക്കും. ഫ്രണ്ട് പറയാം, മച്ചി ഞാനൊരു ഗെയിം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗെയിം എല്ലാം കമ്പനിയെല്ലാം ഒക്കത്തെയാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, ഞാനൊരു ഗെയിം കണ്ടുപിടിച്ചിട്ടുണ്ട് മച്ചി. എന്താ ഗെയിം ഇടി? ഗെയിമാ ഇത്, പിക്കാച്ചു ഗെയിം ഇടി മച്ചി എന്നെ പറഞ്ഞു. ഹീറോയും എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, മച്ചി മേഘന നീ ഗെയിം കണ്ടുപിടിച്ചാ? എന്താടി ഗെയിം ഇത്? പിക്കാച്ചു ഗെയിം. എല്ലാവരും നെറ്റിൽ വെച്ച് കഷ്ടപ്പെട്ട് കളിക്കുക. ഇതിற்கு നെറ്റ് വേണം, കുറച്ച് നെറ്റ് വേണം. അത് മാത്രമല്ല ഇത് നെറ്റില്ലാതെ യൂസ് ചെയ്യാൻ പറ്റൂ. ഈ പെട്ടി നല്ല എവോൾവ് ചെയ്യാൻ പറ്റൂടി എന്ന് പറഞ്ഞു. മച്ചി പിക്കാച്ചു അത് പവർ മച്ച്, അതേ പവർ അടി. ഇത് എവോൾവ് ആവുന്നത് ഫൈറ്റ് മൊത്തം ഉണ്ട്. പിക്കാച്ചിൻ്റെ ഗെയിമാണ്. ഹീറോയി ഫ്രണ്ടിന് സന്തോഷമായി. ഞാൻ ഗെയിം കണ്ടുപിടിച്ചു. നീ എന്താടി ഗെയിം കണ്ടുപിടിച്ചു? ഫ്രണ്ട് പറയുന്നത് ഗെയിം കണ്ടുപിടിച്ചു. മച്ചി മയക്കനെ പറഞ്ഞു, ഞാൻ ഗെയിം കണ്ടുപിടിച്ചു. റോസി പറയാൻ തുടങ്ങി, മച്ചി നിങ്ങൾ ഗെയിം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഞാനൊരു ഗെയിം കണ്ടുപിടിച്ചിട്ട്. ഇത് കേട്ട് ഷോക്കായിട്ട് ഹീറോ ഷോക്കായി ചോദിച്ചത്,
അവള് പിക്കാച്ച് ഗെയിം. നീ എന്ത് കണ്ടുപിടിച്ച ഗെയിം? അതെ റോസി പറയാൻ തുടങ്ങി. ഞാൻ ഡോറിമോൻ ഗെയിം. ഡോറിമോൻ ഗെയിമാ? അതെ മച്ചി, ഞാൻ ഡോറിമോൻ ഗെയിം. ഹീറോയിനോട് ചോദിച്ചു, മച്ചി നീ എന്താ ഗെയിം കണ്ടുപിടിച്ചിട്ടുള്ളത്? ഞാൻ ഐഡൽ ഗെയിം. ഹീറോയിൻ ഞാൻ കുറച്ച് നെറ്റ് വേണം പറഞ്ഞു. ഐഡൽ ഗെയിമാ? യെസ് എടി, അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. ഏതെല്ലാം ഡാൻസ് സോങ്സ് അതെല്ലാം ഉണ്ട് മച്ചി. ഐഡൽ ഗെയിമാ? അതെടി. അങ്ങനെ എല്ലാവരും ഗെയിം റിലീസ് ചെയ്തു. ഹീറോയിൻ 3 പേർ ഗെയിം ഭയങ്കര ഫേമസ് ആണ്, ടോപ്പ് ഉള്ളത്. അങ്ങനെ 3 പേര് ഗെയിം കണ്ടുപിടിച്ച് മറ്റേ കാർട്ടൂൺസ് ഗെയിംസ് എല്ലാം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഹീറോയി പറയാൻ തുടങ്ങി, മച്ചി ഞാൻ പിന്നെ ഒരു ഗെയിം കണ്ടുപിടിച്ചായിരുന്നു. അത് എന്താ മച്ചി ഗെയിം? ഒരു ആപ്പ് കണ്ടുപിടിച്ചായിരുന്നു. ഹീറോയി പറയായിരുന്നു, എന്ത് ആപ്പ് ഇടി മച്ചി? നമ്മളെ ലൈഫ് പാർട്ട്ണർ കണ്ടുപിടിക്കാൻ പറ്റും. ലൈഫ് പാർട്ട്ണറാ? അതടി, ഇതെല്ലാം ആർക്കെല്ലാം കോഡ് വരാം, അത് ചെക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഹീറോയി കണ്ടുപിടിച്ചതായിരുന്നു. നീ എന്തടി കണ്ടുപിടിച്ച് മേഘന? മേഘ പറയാണോ, നീ ആപ്പ് കണ്ടുപിടിച്ചതാ, ഞാൻ ഒരു ആപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ മച്ചി? ഇത് നല്ലതാണ്. ഇതിൽ പറഞ്ഞ ഇത് നമ്മൾ നമുക്ക് ഹോട്ടൽ ഉണ്ടല്ലോ മച്ചി, അതടി. അങ്ങനെ മേഘന ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഇന്ത്യ റെസ്റ്റോറൻറ്റ്. അവിടേക്ക് ആപ്പടി മച്ചി എന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ചേട്ടനാണ് റൺ ചെയ്യുന്നത്. മേഘൻ്റെ ഡാഡിയാണ് ഇവിടെ വന്ന് സെറ്റിലായി. അതിക്ക് ഫുഡ് ആപ്പടി. ശരി കൺഗ്രസ്, നീ ഫുഡെല്ലാം പറഞ്ഞിരുന്നു. റോസി പറയുമായിരുന്നു, ഞാൻ ആപ്പ് പറഞ്ഞ എൻ്റെ ഡാഡിക്ക് എൻ്റെ ചേട്ടൻ ഡ്രസ് മോഡൽ ആണല്ലോ, അത് ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നതാണ്. അങ്ങനെയാണോ? ശരി, എല്ലാവരും ഓർമ്മെങ്കിലും പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ഹോസ്പിറ്റൽ. മച്ചി നീ എന്താ? ഞാൻ ഹോസ്പിറ്റലിൻ്റെ എനിക്ക് ചേട്ടന് വേണ്ടി ഹോസ്പിറ്റലിൽ ഞാൻ വേണ്ടി ഇത് കണ്ടുപിടിച്ചായിരുന്നു ആപ്പ്. അങ്ങനെ എല്ലാവരും ഹാപ്പി. അതിൻ്റെ ഫോട്ടോ എടുക്കുക, ഇൻവിറ്റേഷൻ നമ്പർ എല്ലാവരും വെച്ച് ഹീറോയിൻ ഭയങ്കര ഹാപ്പി. ബേബീസ് കൂടെ ഫോട്ടോ എല്ലാവരും ഫാമിലി ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാ ഹാപ്പി എൻഡിങ്.